ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. CUET UG 2023 ജനറൽ മെന്റൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ വോക്സ് 10 മീറ്റർ ഇൻ ഫ്രണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 10 മീറ്റർ ഫ്രണ്ടിലോട്ട് നടക്കാണ്. ഓക്കെ, ദെൻ 10 മീറ്റർ ടു റൈറ്റ്, പിന്നെ റൈറ്റിലോട്ട് ഒരു 10 മീറ്റർ നടക്കാണ്. ദെൻ എവറി ടൈം റിട്ടേണിംഗ് ടു ഹിസ് ലെഫ്റ്റ് he walks 5 meter, 15 meter and 15 meter. അപ്പൊ ഇവിടെ നിന്ന് ആദ്യം ഒരു 5 മീറ്റർ ലെഫ്റ്റിലോട്ട് നടക്കാണ്. ഓക്കെ, വീണ്ടും ലെഫ്റ്റിലോട്ട് 3 വട്ടം ലെഫ്റ്റിലോട്ട് ചെയ്യുന്നുണ്ട്, ഒരു 15 മീറ്റർ. അപ്പൊ ഇവിടെ വരെ 10 മീറ്റർ ഉണ്ടാവും, 15 മീറ്റർ ആണ് ടോട്ടൽ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ലെങ്ത് 15 മീറ്റർ ഉണ്ടാവും. ഓക്കെ, ഇനി വീണ്ടും ഒരു 15 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെങ്ത് 5 ആണ്, ഈ ഒരു ലെങ്ത് 10 ആണ്. ദാറ്റ് മീൻസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പൊസിഷനെ നേരെ അദ്ദേഹം എൻഡിൽ എത്തി നിന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഹി ഈസ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഓക്കെ, ഞാൻ എ എന്ന് കൊടുക്കാം, അദ്ദേഹത്തിന്റെ എൻഡ് പോയിന്റ് ബി എന്ന് കൊടുക്കാം. എ മുതൽ ബി വരെയുള്ള ലെങ്ത് എത്രയാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ലെങ്ത് എത്രയാണോ, അതായത് ഇത് മുതൽ ഇത് വരെയുള്ള ലെങ്ത് എത്രയാണോ ആ ഒരു സെയിം ലെങ്ത് ആയിരിക്കും ഇത്. ദാറ്റ് മീൻസ് 5 മീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സീരീസ്. താഴെ തന്നിരിക്കുന്ന സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് ഓരോന്നിന്റെയും എടുത്തു നോക്കാം. n 14 ആണ്, ഇവിടെ 16 ആണ്, നെക്സ്റ്റ് 18 വന്നു, നെക്സ്റ്റ് 20 വന്നു, നെക്സ്റ്റ് 22ാമത്തെ ലെറ്റർ ബി ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ 3 വന്നു, 3 × 3 9 വന്നു, 9 × 3 27 വന്നു, 27 × 3 81 വന്നു, 81 × 3 243 ആണ്. ആ രീതിയിൽ ഓപ്ഷൻ 4 ബി 243 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനു അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് എന്നുള്ള വേർഡിനോടാണ്. അങ്ങനെയാണെങ്കിൽ കാറ്റലോഗ് ഏത് വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോ മെനു എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറന്റിലെ ഫുഡിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് അടങ്ങുന്ന കാര്യങ്ങളാണ് മെനു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയിലെ ബുക്സിന്റെ, അപ്പൊ മെയിൻ ആയിട്ട് അവിടെ ഫുഡിന്റെതാണ് വന്നിരുന്നത്. അപ്പൊ കാറ്റലോഗ് എന്ന് പറയുന്നത് ബുക്കിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്നത്, ലൈബ്രറിയിലെ ബുക്കിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്നതാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 4 ബുക്ക് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് വാട്ടർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ. താഴെ തന്നിരിക്കുന്ന ആ ഒരു ഫിഗറിന്റെ കറക്റ്റ് വാട്ടർ ഇമേജ്. വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്സൈഡ് ഡൗൺ ആവും. ദാറ്റ് മീൻസ് സർക്കിൾ എന്ത് ചെയ്യും, താഴെ പോകും. ആ രീതിയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ആൻസർ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ആൻസർ അല്ല, മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ആൻസർ അല്ല, ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 ഫ്രണ്ട്സ് ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഫേസിംഗ് സൗത്ത്. ഇപ്പോ 5 ആളുകളുണ്ട്, 1 2 3 4 5. ഇങ്ങോട്ടേക്കാണ് അവർ തിരിഞ്ഞിരിക്കുന്നത്, സൗത്തിലോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ജിതേഷ് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അജയ്. ഓക്കെ, അജയ് ഇവിടെ ഉണ്ട്. അജയിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ആരുണ്ടാവുക, ജിതേഷ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് ലെഫ്റ്റ് അല്ലേ എന്ന് വിചാരിക്കരുത്, കാരണം വെച്ചാൽ ഇവർ ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജിതേഷ് ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അജയ്. അപ്പൊ അജയിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലോട്ടാണ് തീർച്ചയായിട്ടും ആരുള്ളത്, ജിതേഷ് ഉള്ളത്. ഇപ്പൊ നമ്മൾ നോർമലി കൊടുക്കുന്ന സമയത്ത് ജിതേഷ് ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അജയ് എന്ന് പറയുന്ന രീതിയിൽ, അപ്പോ അജയിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ട് ഈ രീതിയിൽ ജിതേഷിന് കൊടുക്കും. പക്ഷെ ഇവിടെ എങ്ങനെ വരാം, ഇവിടെ ജെ വന്നു ഇങ്ങനെയായി വരും. അതായത് ഇവർ ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്, അപ്പൊ എ ഇങ്ങോട്ടേക്കായിരിക്കും തിരിഞ്ഞു നിൽക്കുന്നത്. ആൻഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോ ജെ വന്നു, എ വന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന കാര്യം, പ്രേം ഈസ് ബിറ്റ്വീൻ ബോബി ആൻഡ് സുമിത്ത്. പ്രേം ഈസ് ബിറ്റ്വീൻ ബോബി ആൻഡ് സുമിത്ത്. ഓക്കെ, ബോബി അതുപോലെ തന്നെ സുമിത്ത്, ഇവരുടെ രണ്ടാളുടെയും ഇടയിലാണ് തീർച്ചയായിട്ടും ആര് വരുന്നത്, പ്രേം വരുന്നത്. സുമിത്ത് ഈസ് ബിറ്റ്വീൻ ജിതേഷ് ആൻഡ് പ്രേം. ഓക്കെ ആണല്ലോ. ജിതേഷിന്റെയും അതുപോലെ തന്നെ പ്രേമിന്റെയും ഇടയിലാണ് തീർച്ചയായിട്ടും സുമിത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹു ഈസ് അറ്റ് എക്സ്ട്രീം ലെഫ്റ്റ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രീം ലെഫ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക ഇതാണ്, പക്ഷെ അവർ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ട് വരാം ഈ ഒരു വ്യക്തിയാണ്. അപ്പൊ അത് ആരായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നാണെങ്കിൽ നമുക്ക് എനെ പ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ ജാനെ പ്ലേസ് ചെയ്യാം. നമുക്കറിയാം ജാന്റെയും അതുപോലെ തന്നെ പിന്റെയും ഇടയിലായിട്ട് ആര് വരുന്നുണ്ട്, എസ് വരുന്നുണ്ട് അല്ലെ. ജാന്റെയും അതുപോലെ തന്നെ പിന്റെയും ഇടയിലായിട്ട് എസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എസിന്റെയും ബിന്റെയും ഇടയിലായിട്ട് പിയും വരുന്നുണ്ട്. അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ ഇവിടെ തീർച്ചയായിട്ടും ആരാ വരുന്നത്, എക്സ്ട്രീം ലെഫ്റ്റിൽ ജസ്റ്റ് നോക്കാം. അപ്പൊ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കിയാൽ മതി, എക്സ്ട്രീം റൈറ്റിൽ ആരാന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. അജയ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചി 7 മണിയിൽ നിന്ന് 1 മണിയിലെത്തുമ്പോൾ രൂപപ്പെടുന്ന കോണിന്റെ അളവ് എത്ര? അതായത് ജസ്റ്റ് ഒരു ക്ലോക്ക്, ഓക്കെ, ക്ലോക്കിന്റെ മണിക്കൂർ സൂചി അവർ ഹാൻഡ് എന്ത് ചെയ്യാണ്, 7 മണിയിലാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പൊ അതിങ്ങനെ പോയി അത് 1 മണിയിലെത്താണ്. അങ്ങനെയാണെങ്കിൽ 7 മുതൽ 1 മണി വരെ ഇവിടെ കറക്റ്റ് എത്ര ഡിഗ്രി ഫോം ചെയ്യും? കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ അല്ലെ? അതായത് അത് ഓൾമോസ്റ്റ് എത്ര ഡിഗ്രി അത് കവർ ചെയ്യും? ഓൾമോസ്റ്റ് 180 ഡിഗ്രി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 12 ഡിവിഷൻസ് ആണ് ഒരു ക്ലോക്കിൽ ഉള്ളത്. അതിൽ ഒരു ഡിവിഷന്റെ ഇടയിലുള്ള ഓരോ ഡിവിഷന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 7 മുതൽ 1 വരെ എന്ന് പറയുമ്പോൾ 8, 9, 10, 11, 12, 1 വരെ ഓൾമോസ്റ്റ് 6 ഡിവിഷൻസ് കവർ ചെയ്യും. ദാറ്റ് മീൻസ് 6 into 30 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി അവിടെ ടോട്ടൽ കവർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following figure would form after folding along the dotted line? അപ്പൊ ഡോട്ടഡ് ലൈൻ കൂടി ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഫോൾഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് ഫിഗർ ആണ് ഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ജസ്റ്റ് ഫോൾഡ് ചെയ്യുന്നത്. ആ രീതിയിൽ മുകളിൽ ഇതിൽ യാതൊരു മാറ്റവും വരില്ല. മുകളിൽ എന്താണ് വരിക? മുകളിൽ സ്ക്വയർ ആണ് വരിക, താഴെ സ്ക്വയർ ആണ് വരിക. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഈ ഓപ്ഷനിൽ ഡോട്ടഡ് ഇല്ല. ഓക്കെ, ട്രാൻസ്പെറന്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഡോട്ട് നമ്മൾ കറക്റ്റ് കാണും. ആ രീതിയിൽ ആ ആൻസറും തെറ്റാണ്. ഓക്കെ, പിന്നെ 3 ഡോട്ട് വരുന്നുണ്ട്. ഈ ഓപ്ഷനിൽ 3 ഡോട്ട് ഇല്ല. ഈ ഒരു ആൻസർ മാത്രമാണ് ആ രീതിയിൽ നോക്കുമ്പോൾ റൈറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫിഗർ ഔട്ട് ഓഫ് ദി ഗിവൺ ഓപ്ഷൻ ക്യാൻ റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക്? ഇപ്പൊ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ ഈ ഒരു ഫിഗർ വന്നു. ഫസ്റ്റ് ഈ ഒരു ലൈൻ ഇവിടുന്ന് പോയി. നെക്സ്റ്റ് ഇതിന്റെ ഈ ഒരു ഔട്ടർ ഫിഗർ എന്ത് ചെയ്യാണ്? അവിടുന്ന് മിസ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് നോക്കാം, ഇവിടുന്ന് ഫസ്റ്റത്തെ ഒരു ലെയർ മിസ്സായി എന്ത് ചെയ്തു? സെക്കൻഡ് ലെയറിലേക്ക് വന്നു. പിന്നെ ഇവിടുന്ന് അടുത്തൊരു സെക്കൻഡ് ലെയർ മിസ്സായി, എന്നിട്ട് ആ ഉള്ളിലുള്ള സ്പേസ് മാത്രം അവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ട്രയാങ്കിൾ മിസ്സായി രണ്ടാമത്തെ ഒരു ഫിഗറിലേക്ക് വന്നു. ഇനി ഈ ഒരു ട്രയാങ്കിൾ മിസ്സായിട്ട് ഏകദേശം ഈ ഒരു രീതിയിൽ ഈ ഒരു ഉള്ളിലുള്ള ഫിഗർ മാത്രമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മെഷീൻ ഈസ് കോഡഡ് ആസ് 15, 3, 5, 10, 11, 16 and 7 അങ്ങനെയാണെങ്കിൽ ഡ്രാഗൺ എന്നുള്ളതിന്റെ കോഡ്. ഇപ്പോ മെഷീൻ എന്നുള്ളതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ഞാൻ എടുക്കാണ് 13, 1, 3, 8, 9, 14, അതുപോലെ തന്നെ 5. ഇപ്പൊ നോക്കാം, 13ലേക്ക് 2 ആഡ് ചെയ്തല്ലേ 15, 1ലേക്ക് 2 ആഡ് ചെയ്തു 3, 3ലേക്ക് 2 ആഡ് ചെയ്തു 5, 8ലേക്ക് 2 ആഡ് ചെയ്തു 10, 9ലേക്ക് 2 ആഡ് ചെയ്തു 11, 14ലേക്ക് 2 ആഡ് ചെയ്തു 16, 5ലേക്ക് 2 ആഡ് ചെയ്തു 7. അപ്പൊ ഓരോന്നിനും ന്യൂമറിക്കൽ വാല്യൂലേക്ക് 2 ആഡ് ചെയ്താൽ മതി. അപ്പോ ഇവിടെ ഡിന്റെ ന്യൂമറിക്കൽ വാല്യൂ 4 ആണ്. അപ്പൊ ഫസ്റ്റത്തെ ടേം 6 ആയിരിക്കും. നെക്സ്റ്റ് 6ന്റെ ന്യൂമറിക്കൽ വാല്യൂ 18 ആണ്. അപ്പൊ 20 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ A 1 ആണ്. അപ്പൊ നെക്സ്റ്റ് 3 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ 7 plus 2 9 വരും. നെക്സ്റ്റ് 15 plus 2 17 വരും. നെക്സ്റ്റ് 14 plus 2 16 വരും. അപ്പൊ 623. ഓക്കെ, ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. 623, 9, 17, 16 ഒക്കെ ആണല്ലോ. ഇനിയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദ ആൻസർ ഫിഗർ 1, 2, 3, 4 കംപ്ലീറ്റ് ദി ഫിഗർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ 3 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു എലമെന്റ് കുറച്ചു. സെന്ററിൽ ഒരു എലമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ 3ൽ നിന്ന് ഒരു എലമെന്റ് പോയി, ബാക്കി 2 എലമെന്റ് വന്നു. ഓക്കെ, അതും ഫസ്റ്റിലുള്ള എലമെന്റ് ആണ് തീർച്ചയായിട്ടും 3ാമത്തെ കോളത്തിലും വരുന്നത്. ഇവിടെ 4 എലമെന്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു എലമെന്റ് പോയി, ബാക്കി 3 എലമെന്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 എലമെന്റ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 3 എലമെന്റും പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും തീർച്ചയായിട്ടും അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അപ്പൊ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഓക്കെ, ബൈ.